ഹസ്തിനാപുരത്തിൽ നിന്നും വടക്കു പടിഞ്ഞാറോട്ട് യാത്ര തുടരാൻ തയ്യാറെടുക്കവേ ഇനിയുള്ള യാത്ര ഇതിലും പ്രയാസമേറിയതാണെന്നും ഉത്തുംഗശൃംഗങ്ങൾ തരണം ചെയ്യേണ്ടതാണെന്നും ഗുരു ശാലിഭദ്രൻ കാളിദാസന് മുന്നറിയിപ്പ് നൽകി. ജലം ഘനീഭവിക്കുന്ന തണുപ്പിനെക്കുറിച്ചും പലയിടത്തും ഉണ്ടാകാവുന്ന ആഹാരലഭ്യതയുടെ കുറവിനെക്കുറിച്ചും സൂചിപ്പിച്ചു. പക്ഷേ കാളിദാസന് അതൊന്നും വിഷമമുള്ള കാര്യമായി തോന്നിയില്ല. എല്ലായിടത്തും മനുഷ്യരുണ്ട്. മനുഷ്യർക്ക് കടന്നു ചെല്ലാവുന്ന എവിടെയും തനിക്ക് കടന്നു ചെല്ലാം. പരിതസ്ഥിതികളെ നേരിടാനുള്ള ധൈര്യവുമുണ്ട്. ഗുരുവിൻ്റെ സഹായവുമുണ്ട്. അവർ യാത്ര തുടർന്നു. ഭൂപ്രകൃതി എത്രയോ മാറിയിരിക്കുന്നു. അഗാധങ്ങളായ താഴ്വരകളും മേഘമാലകൾ തഴുകുന്ന ഗിരിശൃംഗങ്ങളും നിറഞ്ഞ പ്രദേശം. കുങ്കുമപ്പൂവുകൾ അണിയിച്ചൊരുക്കിയ മനോഹാരിത. താഴ്വരകൾ ലക്ഷ്യമാക്കി പായുന്ന നദികൾ. മരവിച്ചു പോകുന്ന തണുത്ത ജലം. ഹിമശൃംഗങ്ങളുടെ തണുപ്പ് അലിയിച്ചു കൊണ്ടുപോരാൻ വ്യഥാശ്രമിക്കുന്ന പയസ്വിനികൾ. അവയുടെ തീരങ്ങളിൽ ജനപദങ്ങൾ. ഗിരിശൃംഗങ്ങൾക്കുമേൽ തപോവാടങ്ങൾ. സൂര്യകിരണങ്ങളും ചന്ദ്രികയും പോലും അവിടെ വ്യത്യസ്തമാണെന്ന് തോന്നി. ആദ്യത്തെ കിരണങ്ങൾ മനോഹാരിതയുടെ മറ്റൊരു ചിത്രമാണ് വരയ്ക്കുന്നത്. ശിശിരകാലത്ത് ഈ പ്രദേശവും ഹിമാവൃതമാകുമത്രേ. ഇവിടുത്തെ ജനങ്ങൾക്ക് ആ കാലവുമായി ഇണങ്ങി ജീവിക്കാനും അറിയാം. ഹിമഗിരി ശൃംഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുകയുണ്ടായി. ഹിമാവൃതമായ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുമത്രേ. ആ പരിതസ്ഥിതിയിലും ആളുകൾ യാത്ര ചെയ്യുകയും ചെടികളും മരങ്ങളും വളരുകയും ചെയ്യും. അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളും ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. ഗുരു വിശദീകരിച്ചു. മുന്നോട്ടുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുന്ന അവരെ സ്വാഗതം ചെയ്തത് വളരെ അനുകൂലമല്ലാത്ത വാർത്തകളാണ്. യുദ്ധം ചെയ്തും കൊള്ളയടിച്ചും നാടോടികളായി നടക്കുന്ന ഹൂണന്മാരെന്ന ഒരു വർഗത്തിൻ്റെ ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നെന്നു കേട്ടു. ആര്യാവർത്തത്തിലെ ശക്തരായ രാജവംശങ്ങൾ സംഘടിപ്പിച്ച് അവർക്കെതിരെ യുദ്ധം നയിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്നും അറിഞ്ഞു. തക്ഷശിലയിലേക്കുള്ള യാത്ര യുദ്ധഭൂമിയിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് അവിടെ നിന്നും വന്ന സഞ്ചാരികൾ പറഞ്ഞു. കിട്ടിയ വിവരങ്ങൾ അവരെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഗുരു ശാലിഭദ്രൻ പറഞ്ഞു, കാളിദാസ, നാം തക്ഷശിലയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നു തോന്നുന്നു. നമുക്ക് ഹിമാലയത്തിലേക്ക് തന്നെ പോകാം. ശാലിഭദ്രൻ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരായും ആലോചിച്ചു. എല്ലാവരുടെയും അഭിപ്രായം തക്ഷശിലയിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നായിരുന്നു. അതനുസരിച്ച് സംഘം ഹിമാലയം ലക്ഷ്യമാക്കി മടങ്ങി. ഹിമാലയം എന്ന് കേട്ടപ്പോൾ കാളിദാസന്റെ മനസ്സിൽ ശിവപാർവതിമാരെയാണ് ഓർമ്മ വന്നത്. ഗുരു ശാലിഭദ്രൻ ശിവസംഹിതയിലെ കഥകൾ വർണ്ണിച്ച് തൻ്റെ മനസ്സിൽ ശിവപാർവതിമാരോട് അവർണ്ണനീയമായ ഒരു ഭാവം സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാദേവന്റെയും ശ്രീപാർവതിയുടെയും വിഹാരരംഗമായ കൈലാസം ദേവതാത്മാവായ ഹിമാലയത്തിലാണ്. ആ പുണ്യഭൂമി ദർശിക്കാനാകുന്നത് മഹാപുണ്യമെന്ന് തോന്നി. നാഗാദിരാജന്റെ ഔന്നത്യം, ആ വിരാടത മറ്റെങ്ങും ദർശിക്കാനാവില്ലെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നമുക്കെപ്പോൾ ഹിമാലയം കാണാനാകും? കാളിദാസൻ ഉത്സാഹത്തോടെ ചോദിച്ചു. കാളിദാസന്റെ മുഖത്തെ ഭാവം കണ്ട് മറ്റൊരു സന്യാസി പറഞ്ഞു, മകനെ, ഇനിയും എത്രയോ ദിവസങ്ങൾ നടന്നാലാണ് ആ അഭൗമ ദർശനത്തിനാവുക. ഈ ഹിമവാൻ അവ്യഖ്യേയനായ അത്ഭുതങ്ങളുടെയും അനിർവചനീയമായ മനോഹാരിതയുടെയും സങ്കേതമാണ്. നാം ഇനിയും ഹിമവൽ ശൃംഗങ്ങളുടെ പാദം പോലും സ്പർശിച്ചിട്ടില്ല. പക്ഷേ കുമാരനറിയാമോ, അവിടെ നമ്മുടെ രക്തം കട്ടിയാകുന്ന ശീതമാണ്. ഹിമാലയം അക്ഷരാർത്ഥത്തിൽ ഹിമത്തിൻ്റെ ആലയം തന്നെയാണ്. ഹിമം മൂടിയ കൊടുമുടി. അന്തരീക്ഷത്തിൽ ഹിമശകലങ്ങൾ പാറി നടക്കും. കൊടുങ്കാറ്റും പേമാരിയുമുണ്ടാകും. അവിടുത്തെ തണുപ്പ് സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കുകയെന്നല്ല, സങ്കല്പിക്കാൻ പോലുമാകില്ല. ശരീരം തണുത്ത് തടി പോലെയാകും. തണുപ്പിനെ അകറ്റാനാകാത്ത വിധം ശരീരത്തെ മാറ്റിയെടുക്കാൻ കുമാരൻ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ യാത്രയിൽ പലതും പഠിച്ചറിഞ്ഞ ശേഷമേ കാളിദാസന് ഹിമാലയത്തിലേക്ക് പോകാനാകൂ. അതെങ്ങനെയാണ് സാധ്യമാകുക? തണുക്കാതിരിക്കാൻ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുകയല്ലേ ചെയ്യേണ്ടത്? തണുപ്പറിയാത്ത വിധം ശരീരത്തെ മാറ്റിയെടുക്കാൻ ആർക്കാണ് കഴിയുക? കാളിദാസൻ ചോദിച്ചു. അത് സാധ്യമാകും യോഗാഭ്യാസത്തിലൂടെ. വൈകാതെ നാം ഋഷി മഹാത്രേയന്റെ ആശ്രമത്തിലെത്തും. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. പക്ഷേ കാലാവസ്ഥയും ആരോഗ്യവുമെല്ലാം നോക്കി നാം യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിന് അധികം ദിവസങ്ങൾ വേണ്ടിവരും. നാം കുറേ നാൾ അവിടെ വിശ്രമിക്കും. അതിനിടയിൽ കുമാരനെ കുണ്ടലിനി ശക്തി ഉണർത്തുന്നതെങ്ങനെയെന്നും ശരീരത്തെ പ്രകൃതിയോട് ഇണക്കിയെടുക്കുന്നതെങ്ങനെയെന്നും മറ്റും പഠിപ്പിക്കാം.
നമുക്ക് ധൃതിയില്ല. വിദ്യ കഴിവുള്ളവർക്കും താൽപ്പര്യമുള്ളവർക്കും നൽകാനുള്ളതാണ്. കുമാരൻ അതിന് അർഹനാണ്. ഗിരിശൃംഗങ്ങൾ കടന്ന് സാവധാനം നമുക്ക് ഹിമാലയത്തോളം യാത്രയാകാം. ഗുരു കാളിദാസന്റെ മനസ്സിൽ ധൈര്യം പകർന്നു.